നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ആസ്വാദനമാണ്. കവിതയിലൂടെ, കവിയുടെ ഭാവനകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ആ പാട്ട് നമ്മൾ ആസ്വദിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മലയാള ഭാഷയുടെ ആ പദങ്ങൾ അത്ര പരിചിതമല്ലാത്ത യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതൊന്ന് ക്ഷമിക്കണം. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഈ ഗാനം 1968 ഇറങ്ങിയ മനസ്വിനി എന്ന സിനിമയിലേതാണ്. സത്യൻ, സുകുമാരി, മധു, ശാരദ ഇവരാണ് പ്രമുഖ അഭിനേതാക്കൾ. ഭാസ്കരൻ മാഷ് രചിച്ച പാട്ടാണ്. ബാബുരാജ് സാർ മനോഹരമായിട്ടുള്ള ട്യൂൺ കൊടുത്തിരിക്കുന്നു. ദാസേട്ടൻ മനോഹരമായി പാടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതാ പാട്ട് നോക്കാം. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കഴിഞ്ഞു ബാഷ്പമേഘവർഷം, വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖ നിൻ സുന്ദരാധരത്തിൽ. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ പാട്ട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്നത് മധു സാറും ശാരദാമ്മയാണ്. അപ്പോൾ ഒരു കാമുകന്മാർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിലോ ഒരു പ്രണയകലഹം കഴിഞ്ഞുള്ള ഒരു രംഗമാണ് അതിൽ വരുന്നത്. രണ്ട് കാര്യത്തിലും ഈ പ്രണയകലഹം ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാവാം, കാമുകന്മാരുടെ ഇടയിലുണ്ടാവും. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, അതായത് ഒരു കലഹത്തിന് ശേഷം, കലഹം ഉണ്ടാകുമ്പോൾ കലഹത്തിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നദിയിൽ മഴവെള്ളപ്പാച്ചിലൊക്കെ വരുമ്പോൾ നദിയിൽ അടിയിലിരിക്കുന്ന ചേറും മണൽത്തരിയും എല്ലാം കൂടി കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന നദി ഉണ്ടാവും. മഴക്കാലത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞ് ആ മഴ കഴിഞ്ഞാൽ ശാന്തമായിട്ട് തെളിഞ്ഞ രീതിയിൽ തെളിമയോടുകൂടി നദി ഒഴുകും. അതിനുശേഷം ആ ഒരു ഇതുമായിട്ടാണ് ഉപമിക്കുന്നത് കവി ഇതിൽ. അതായത് കലഹിക്കുമ്പോൾ എല്ലാം പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കലഹം അവസാനിച്ചു, വീണ്ടും വളരെ ശാന്തമായിട്ട് ജീവിതം ഒഴുകാൻ തുടങ്ങി. അതാണ് തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കഴിഞ്ഞു ബാഷ്പമേഘവർഷം. മുകളിൽ നിന്നുള്ള ബാഷ്പമേഘങ്ങളുടെ വർഷം കഴിഞ്ഞു, പ്രേമയമുന വീണ്ടും തെളിഞ്ഞു. ഇതിൽ ഈ യമുന നദി എടുത്തിരിക്കുന്നതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. യമുന നദി പ്രധാനമായിട്ടും രണ്ട് കണ്ടക്സ്റ്റിലാണ് യമുന നദി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഒന്നെന്താണ്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യമുനയും ശ്രീകൃഷ്ണ ഭഗവാനായിട്ടൊരു ബന്ധമുണ്ട് ഇല്ലേ? യമുന നദിയോടനുബന്ധിച്ച് ഭഗവാന്റെ കേളി രംഗങ്ങളും പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യമുന നദിക്ക് ആ ഒരു പ്രേമത്തിൻ്റേതായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് കവികൾ പലപ്പോഴും യമുന നദിയെ പ്രേമരംഗങ്ങളായിട്ട് യോജിപ്പിച്ച് കവിത എഴുതും. അപ്പോൾ ഇവിടെ പ്രേമ യമുനയാണ് കലങ്ങി മറിഞ്ഞത്, അതിനുശേഷം വീണ്ടും തെളിഞ്ഞ് ഒഴുകി. പിന്നെ വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖ നിൻ സുന്ദരാധരത്തിൽ. അധരം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളിൽ അത് വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. അതായത് ചന്ദ്രലേഖ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെയല്ലേ, അപ്വേർഡ് സൈഡിൽ രണ്ടും ഇങ്ങനെ അപ്വേർഡായിട്ടല്ലേ നിൽക്കുക. ഈ പൂർണ്ണചന്ദ്രനല്ലാത്ത ചന്ദ്രൻ. അപ്പോൾ അതൊരു മന്ദഹാസമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. മന്ദഹാസമാം ചന്ദ്രലേഖ നല്ലൊരു പ്രയോഗമാണ് അത്. ഒരുപാട് കവിതകൾ അത് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ കവി അത് ഉപയോഗിച്ചിരിക്കുന്നത് മന്ദഹാസമാം ചന്ദ്രലേഖ നിൻ്റെ അധരങ്ങളിൽ തെളിഞ്ഞു വീണ്ടും. പ്രണയകലഹത്തിനൊക്കെ ശേഷം എല്ലാവരും രണ്ടുപേരും ഹാപ്പിയായി നടത്താം. ഇണക്കം തീർന്ന പൂങ്കുയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും. പിണക്കൊക്കെ തീർന്നതിന് ശേഷം പൂങ്കുയിലുകളായിട്ടാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെയോ കാമുകന്മാരെയോ ആരെ
കവി സങ്കല്പിക്കുന്നത്. പിണക്കം തീർന്ന പൂങ്കുയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും, അതായത് ഏതാണോ കൂട്, നമ്മുടെ വീട്, അത് വീടുമായിട്ടല്ലേ നമ്മൾ ഇണങ്ങുന്നത്, അതായത് പരിചയിച്ച് അവിടെ സ്ഥിരമായിട്ട് താമസിച്ചു പോകുന്ന ഇണങ്ങിയ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും മുഴങ്ങും വേണുഗാന സുധ പോലെ ഞാൻ പ്രണയ ഗാനമൊന്നു പാടാം. വേണുഗാന സുധ, വേണു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടക്കുഴൽ. അപ്പോൾ ആ വേണുനാദം പോലെ ഒരു പ്രണയഗാനം ഞാനൊന്ന് പാടാം എന്ന് പറയണം. അപ്പോൾ പിണക്കം തീർന്നതിന് ശേഷം ഈ കാമുകനും ഭയങ്കര ഉഷാറായി. അപ്പോൾ ഒരു പ്രണയഗാനം തന്നെ നമുക്ക് പാടാം എന്ന് പറയണം. സഖി നിൻ നീല നീല മിഴിയിൽ തുളുമ്പും പ്രേമസാഗരത്തിൽ. സഖി നിൻ്റെ നീല നീല മിഴികളിൽ. ഇത് പല കവിതയിലും നമ്മൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. നീലമിഴികൾ എന്നുള്ള നീല നിറത്തിലുള്ള കണ്ണുകൾ, നീലക്കണ്ണുകൾ. പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് ഇത് വളരെ അപൂർവമാണ്, നീലക്കണ്ണുകൾ. പക്ഷേ എന്തുകൊണ്ടോ കവികൾ എപ്പോഴും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വാക്കാണ് സ്ത്രീകളുടെ നീലമിഴികൾ എന്നുള്ളത്. അത് എത്ര പേർക്കുണ്ടാവുന്ന ദൈവത്തിനറിയാം. പിന്നെ എല്ലാം സങ്കല്പമല്ലേ. സങ്കല്പത്തിൽ ഈ മനപ്പായസത്തിൽ പഞ്ചസാര കുറയ്ക്കേണ്ടെന്ന് പറയില്ലേ, അതുമാതിരി സങ്കല്പത്തിൽ എന്തും ആവാം. ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ അതിനൊരു ലിമിറ്റൊന്നുമില്ല. ലിമിറ്റില്ലാണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം, പാടാം, പറയാം, അല്ലേ? കിനാവിൻ തോണിയേറി ഞാൻ കേളിയാടുമൊരു ഗാനഗന്ധർവൻ പോൽ. അപ്പോൾ കാമുകിയുടെ നീലമിഴികളിൽ തുളുമ്പുന്ന പ്രേമസാഗരത്തിൽ, പ്രേമത്തിൻ്റെ കടലാണ് അവിടെ കിടക്കുന്ന കാമുകിയുടെ നീലമിഴിയുടെ ഉള്ളിൽ. അപ്പോൾ ആ പ്രേമസാഗരത്തിൽ കാമുകൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? കിനാവിൻ തോണിയേറി. അപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. കിനാവിൻ്റെ തോണിയാണ്, ശരിക്കുള്ള തോണിയൊന്നുമല്ല, കിനാവിൻ്റെ. അപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ചെടുക്കാം. അപ്പോൾ കിനാവിൻ തോണിയേറി ഞാൻ കേളിയാടും ഒരു ഗാനഗന്ധർവൻ പോൽ. അപ്പോൾ ആ തോണി ഏറിയിട്ട് കാമുകൻ കളിക്കുകയാണ്. എങ്ങനെ? ഗാനഗന്ധർവനെ പോലെ. അപ്പോഴേക്കും സാധാരണ പാട്ടുകാരൻ ഗാനഗന്ധർവനായിട്ട് മാറി. ഞാൻ പറഞ്ഞ മാതിരി മനപ്പായസത്തിൽ പഞ്ചസാര കുറയ്ക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ ഗാനഗന്ധർവൻ തന്നെ ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ആ ഒരു പ്രണയകലഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാം ഒതുങ്ങി സന്തോഷാവസ്ഥയിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നപ്പോൾ പിന്നൊക്കെ നമുക്ക് ഗന്ധർവനായിട്ടും എല്ലാം നമുക്ക് തോന്നാം, അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഭാസ്കര മാഷ് ഈ വരികൾ ആ ഒരു രംഗം കാണിക്കാൻ വേണ്ടി വൃത്തിയായിട്ടുള്ള നല്ല ഒരു ആസ്വാദ്യകരമായ വരികളിലൂടെ ഈ കവിത എഴുതിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കണം. ഓക്കെ, ഞാൻ ഈ പാട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഒറിജിനൽ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് നിങ്ങൾ ഈ അർത്ഥങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം ഒന്ന് കേട്ടു നോക്കൂ, മനോഹരമായിരിക്കും. ഇനിയും ഞാൻ ഇതുമാതിരി വേറെ പഴയ പാട്ടുകൾ ഇങ്ങനൊരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാം. പക്ഷേ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല എങ്ങനെയായിരുന്നു അത് ഉദ്ദേശിച്ചിരുന്ന കവി, അങ്ങനെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാനത് സസന്തോഷം സ്വീകരിക്കും. അടുത്ത ആ തെറ്റുകളെല്ലാം തിരുത്താനും എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ബായ്.